ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ഡിസംബർ 21 മുതൽ ഡിസംബർ 25 വരെയുള്ള കറണ്ട് അഫെയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 2023 ലോക വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാണ് ഫ്രാൻസ്. 2023 ലോക വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഫ്രാൻസ് ആണ്. 2023 ലോക വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാണ് ഫ്രാൻസ് ആണ് 2023 ലോക വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ. 2024 IPL താരലേലവേദി എവിടെയെന്ന് ചോദിച്ചാൽ ദുബായിലാണ് 2024 IPL താരലേലവേദി നടന്നത് ദുബായിലാണ്. 2024 IPL താരലേലവേദി ദുബായിലാണ്. 2023 ഫിഫ വനിതാ ലോക റാങ്കിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് സ്പെയിൻ. 2023 ഫിഫ വനിതാ ലോക റാങ്കിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം സ്പെയിനാണ്. 2023 ഫിഫ വനിതാ ലോക റാങ്കിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് സ്പെയിൻ. 2023 ഡിസംബറിൽ കുടുംബശ്രീയുടെ മലപ്പുറം ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിനാണ് മാതൃകം. 2023 ഡിസംബറിൽ കുടുംബശ്രീയുടെ മലപ്പുറം ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിനാണ് മാതൃകം. 2023 ഡിസംബറിൽ കുടുംബശ്രീയുടെ മലപ്പുറം ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിനാണ് മാതൃകം. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയാണ്. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് EV രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് EV രാമകൃഷ്ണന് 2023 കേന്ദ്ര സാഹിത്യ പുരസ്കാരം മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് EV രാമകൃഷ്ണനാണ്. അടുത്തിടെ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ലയാണ് കാസർഗോഡ്. അടുത്തിടെ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല കാസർഗോഡാണ്. കാസർഗോഡിലാണ് ചെങ്കല്ലറകൾ കണ്ടെത്തിയത്. 2023 ഡിസംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ. 2023 ഡിസംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ. 2023 ഡിസംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ. 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കരീപ്പുഴ ശ്രീകുമാറിനാണ്. 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കരീപ്പുഴ ശ്രീകുമാർ. 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കരീപ്പുഴ ശ്രീകുമാറാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിന് ലഭിച്ചത് പ്രിയ AS നാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിന് ലഭിച്ചത് പ്രിയ ASന്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്കാണ് പ്രിയ ASന് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പ്രിയ ASന്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്കാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാരം മലയാളത്തിന് ലഭിച്ചത് ഗണേഷ് പുത്തൂറാണ്. ഗണേഷ് പുത്തൂറിന്റെ അച്ഛന്റെ അലമാര എന്ന കൃതിക്കാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാരം ഗണേഷ് പുത്തൂറിന് ലഭിച്ചത്. അടുത്തിടെ വിരമിച്ച ഇന്ത്യയുടെ ഗുസ്തി താരമാണ് സാക്ഷി മാലിക്. അടുത്തിടെ വിരമിച്ച ഇന്ത്യയുടെ ഗുസ്തി താരം ആരെന്ന് ചോദിച്ചാൽ സാക്ഷി മാലിക്കാണ്. അടുത്തിടെ വിരമിച്ച ഇന്ത്യയുടെ ഗുസ്തി താരമാണ് സാക്ഷി മാലിക്. IPLൽ ആദ്യ ട്രൈബൽ താരമാണ്. IPLലെ ആദ്യ ട്രൈബൽ താരം റോബിൻ മീൻസ് ആണ്. IPLലെ ആദ്യ ട്രൈബൽ താരം റോബിൻ മീൻസ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ റോബിൻ മീൻസ് ആണ് IPLലെ ആദ്യ ട്രൈബൽ താരം. IPLലെ ആദ്യ ട്രൈബൽ താരമാണ് റോബിൻ മീൻസ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമാണ് റോബിൻ മീൻസ്. അടുത്തിടെ അന്തരിച്ച ഇടയ്ക്ക വാദ്യ കലാകാരനാണ് തിച്ചൂർ മോഹൻ. അടുത്തിടെ അന്തരിച്ച ഇടയ്ക്ക വാദ്യ കലാകാരനാണ് തിച്ചൂർ മോഹൻ. അടുത്തിടെ അന്തരിച്ച ഇടയ്ക്ക വാദ്യ കലാകാരനാണ്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വേദി തൃശൂർ ആണ്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വേദി തൃശൂരാണ്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വേദി തൃശൂർ.
യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡിന്റെ എക്സ്പ്ലോറർ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സൺ ലൂണാസ് പ്രൈസ് ലഭിച്ചത് ഐഎസ്ആർഒക്കാണ്. യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡിന്റെ എക്സ്പ്ലോറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ലഭിച്ചത് ഐഎസ്ആർഒക്കാണ്. IPL ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത എന്ന ബഹുമതി നേടിയത് മല്ലിക സാഗറിനാണ്. IPL ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത ആണ് മല്ലിക സാഗർ. IPL ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിതയാണ് മല്ലിക സാഗർ. IPL ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിതയാണ് മല്ലിക സാഗർ. 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ രചിച്ചത് മനോജ് മുകുന്ദ നരവനെയാണ്. മുൻ കരസേനാ മേധാവിയായ മനോജ് മുകുന്ദ നരവനെ രചിച്ചത് ആത്മകഥയാണ് 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ മനോജ് മുകുന്ദ നരവനെ, മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ നരവനെയുടെയാണ്. സ്വന്തമായി സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരമാണ് കൊച്ചി. സ്വന്തമായി സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരമാണ് കൊച്ചി. 2024 ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് ഇമ്മാനുവൽ മാക്രോൺ, ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. 2024 ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോം സി സ്പേസ് ആണ്. സി സ്പേസ് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോമാണ്. 2023 ഡിസംബറിൽ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് ബജ്രംഗ് പുനിയ. 2023 ഡിസംബറിൽ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് ബജ്രംഗ് പുനിയ. 2023 ഡിസംബറിൽ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് ബജ്രംഗ് പുനിയ. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗമുക്തമാക്കുന്നതിനായി അക്ഷയ ജ്യോതി പദ്ധതി ആരംഭിച്ച ജില്ലയാണ് പാലക്കാട്. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗമുക്തമാക്കുന്നതിനായി അക്ഷയ ജ്യോതി പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗമുക്തമാക്കുന്നതിനായി അക്ഷയ ജ്യോതി പദ്ധതി ആരംഭിച്ച ജില്ലയാണ് പാലക്കാട്. 2023 ഡിസംബറിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ താരമാണ് ടി.എ. ജാഫർ. 2023 ഡിസംബറിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ താരമാണ് ടി.എ. ജാഫർ മുൻ കേരള ഫുട്ബോൾ താരമാണ്. 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? സുജലമാണ്. സുജലം കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് റെബേക്ക വെൽഷ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് റെബേക്ക വെൽഷ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് റെബേക്ക വെൽഷ്. 2023 ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കളാണ് മാഞ്ചസ്റ്റർ സിറ്റി. 2023 ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 2023 ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാടാണ്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി എവിടെയാണ്? തമിഴ്നാട്. ഭാഗ്യചിഹ്നമാണ് വീരമങ്കൈ ആണ്. 2024 യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് വീരമങ്കൈ. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാടും ഭാഗ്യചിഹ്നം വീരമങ്കൈയാണ്.
ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനായത് പ്രമോദ് അഗർവാൾ ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനായത് പ്രമോദ് അഗർവാൾ ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനായത് പ്രമോദ് അഗർവാൾ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ കറണ്ട് അഫയർ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, രാജ്യത്ത് ആദ്യമായി സ്വന്തം ഔദ്യോഗിക വൃക്ഷവും പുഷ്പവും പക്ഷിയുമുള്ള ജില്ല ഏതാണ്? രാജ്യത്ത് ആദ്യമായി സ്വന്തം ഔദ്യോഗിക വൃക്ഷവും പുഷ്പവും പക്ഷിയുമുള്ള ജില്ല ഏതാണ്? ഇതിന്റെ ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.